ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഭർത്താവിന് വേണ്ടി വീട്ടുകാരെ വേദനിപ്പിക്കുകയാണോ വേണ്ടത്, അതോ വീട്ടുകാർക്ക് വേണ്ടി ഭർത്താവിനെ വേദനിപ്പിക്കുകയാണോ വേണ്ടത്? വീണ്ടും കുഴഞ്ഞു. അല്ല, ഇതിപ്പോ ആരാ ഇങ്ങനൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നേ? അമ്മ എന്താ ഒന്നും പറയാത്തെ? വരുണിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അമ്മേ. അതിന്റെ ഒരു അംശമെങ്കിലും തിരിച്ചു കിട്ടിയാ ഞാൻ എത്ര സന്തോഷത്തിലായിരിക്കും അറിയോ? ഈ കുടുംബം ഇപ്പൊ എരുതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇപ്പൊ നീ ഒരുത്തിയാ. ഇതെല്ലാം തിരുത്താൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ചാവെങ്കിലും ചെയ്. എല്ലാം കേട്ടല്ലോ. ഈ നിമിഷം മുതൽ ഞാൻ പറയുന്നത് മാത്രമേ അനുസരിക്കാവൂ. നീ എന്റെ അടിമയാ. ഞാൻ ജീവൻ കളയാൻ പറഞ്ഞ ജീവൻ പോലും കളയേണ്ട അടിമ. വാടി. ഹലോ മുത്തശ്ശി. എടി, എന്താ അവിടുത്തെ അവസ്ഥ? എല്ലാവരും ചേച്ചിക്ക് എതിരാ മുത്തശ്ശി. അവളെ വിശ്വസിക്കരുതെന്ന് ഞാനൊരായിരം വട്ടം നിന്നോട് പറഞ്ഞതാ. നീ കേട്ടില്ല. അതുകൊണ്ടല്ലേ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്? എടി, ഇനിയെങ്കിലും നീ സൂക്ഷിച്ചോ. ഇപ്പൊ എനിക്കറിയാം മുത്തശ്ശി, ഒരു വിഷപ്പാമ്പ എന്റെ കൂടെ ഉള്ളതെന്ന്. ഞാനേ അതിന്റെ പല്ല് പറിക്കും, എന്നിട്ട് തല്ലിക്കൊല്ലും. കണിമംഗലം കുടുംബത്തിനെ അവളൊരു ശാപമാണെന്നും പറഞ്ഞ് അവിടുത്തെ പരമേശ്വരനും പത്മിനിയും ദേവന്റെ കാൽക്കൽ കൊണ്ടിടണം അവളെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാ പിന്നെ ഒരു നിമിഷം പോലും അവൾ ആറ്റുവാശ്ശേരിയിൽ ഉണ്ടാവില്ല. ഞാൻ എവിടെങ്കിലും കൊണ്ടുപോയി കളഞ്ഞോളാം നാശത്തിനെ. ചേച്ചിയുടെ സ്വഭാവം എന്താണെന്ന് ഇനി തിരിച്ചറിയേണ്ടത് അച്ഛന്. എന്റെ ഇനിയുള്ള ശ്രമം അതിനാ. അധികം ഒന്നും വൈകില്ല മുത്തശ്ശി. എന്റെ ജീവിതത്തിൽ എന്നെ വെല്ലുവിളിച്ചവരാരോ അവരെ എല്ലാവരും ഇല്ലാതാക്കിയിട്ട് ഞാൻ അടങ്ങും. അവള് കരയും കാല് പിടിക്കുകയും ചെയ്യും. പക്ഷെ നിന്റെ മനസ്സ് അലിയരുത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്റെ സ്വപ്നങ്ങളെല്ലാം നടത്തിയെടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുന്നിൽ രാധിക എനിക്കൊരു തടസ്സമേ അല്ല. രാധികയെ മാത്രല്ല, എനിക്ക് തടസ്സം നിൽക്കുന്ന ഒരാളെ പോലും ഞാൻ വെറുതെ വിടില്ല മുത്തശ്ശി. മുത്തശ്ശി നോക്കിക്കോ. എടി, ഇപ്പഴാ നീ എന്റെ പേരക്കുട്ടിയായത്. ഇനി ഞാൻ ഇവിടെ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങും. എടി, ആ സമാധാനം പൂർണ്ണതയിൽ എത്തണമെങ്കിലേ അവള് ചത്തുപോയെന്ന വാർത്ത കൂടി എനിക്ക് കേൾക്കണം. അതവിടെ കിടന്നാലും ശരി, ആറ്റുവാശ്ശേരിയിലായാലും ശരി, തെരുവിലായാലും ശരി. ആ വാർത്ത മുത്തശ്ശിയെ ഞാൻ കേൾപ്പിക്കും. ചത്ത് തൊലയട്ടെ. എന്താ മോളെ വൈകിയ? ഫിദ മാഡം എവിടെയാ?
എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? ഒന്നുമില്ല. എനിക്ക് ഫിദ മാഡത്തിനൊന്ന് കാണണം. മോൾ ഉള്ളിൽ എന്തോ സങ്കടം ഒളിക്കുന്നുണ്ട്. അത് തുറന്നു പറയുന്നില്ല എന്ന് പറഞ്ഞ് ഫിദയ്ക്ക് നല്ല വിഷമമുണ്ട്. ഫിദ നിന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരിക്കലും അകലം കാണിക്കല്ലേ മോളെ. ഒന്നും ആ അമ്മയോട് ഒളിക്കരുത്. എനിക്ക് സംസാരിക്കണം. എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയണം. വൈകിയതിന്റെ കാരണം ഞാൻ ചോദിക്കുന്നില്ല. ഒന്നുമില്ല എന്നായിരിക്കുമല്ലോ മറുപടി. ഞാൻ ഫിദ മാഡത്തിനോട് കള്ളം പറയുന്ന തോന്നി തുടങ്ങിയോ? അങ്ങനെ ഒരിക്കലും തോന്നില്ല. ഇനി അഥവാ ചെറിയൊരു കള്ളം പറഞ്ഞാലും എന്റെ മോളുടെ കുസൃതിയായിട്ടേ ഞാനതിനെ കാണുള്ളൂ. ജീവിതത്തില് ഒരുപാട് അനുഭവങ്ങളുള്ള ആളല്ലേ ഫിദ മാഡം. ഞാനൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ തീർത്തു തരുമോ? എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ തീർത്തരാം. ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവാണോ വലുത്, അതോ വീട്ടുകാരാണോ? വല്ലാത്തൊരു ചോദ്യമാണല്ലോ ഇത്. ഭർത്താവിന് വേണ്ടി വീട്ടുകാരെ വേദനിപ്പിക്കുകയാണോ വേണ്ടത്, അതോ വീട്ടുകാർക്ക് വേണ്ടി ഭർത്താവിനെ വേദനിപ്പിക്കുകയാണോ വേണ്ടത്? വീണ്ടും കുഴഞ്ഞു. അല്ല, ഇതിപ്പോ ആരാ ഇങ്ങനൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നേ? അതാരെങ്കിലും ആയിക്കോട്ടെ മാഡം. എനിക്ക് വളരെ അടുപ്പമുള്ള ഒരാളാണെന്ന് തന്നെ കൂട്ടിക്കോ. താലി കെട്ടിയ ഭർത്താവിനെ അവൾക്ക് ജീവനാ. പക്ഷെ ചില സാഹചര്യങ്ങൾ തടസ്സമുണ്ട്. അവൾക്ക് അവളുടെ ജീവിതം കൊടുത്തത് കുടുംബമാണല്ലോ, അച്ഛനും അമ്മയാണല്ലോ. അപ്പൊ പിന്നെ ആ പെണ്ണെന്ത് ചെയ്യും? മോളെ, മാതാപിതാക്കളും കുടുംബവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ ഒരു സംശയമില്ല. സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നൊരു ഭർത്താവ് അവളുടെ സ്വത്താണ്. അവളെ ജീവിതകാലം മുഴുവൻ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് അവളുടെ ഭർത്താവാണ്. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ മുൻതൂക്കം കൊടുക്കേണ്ടത് ഭർത്താവിന് തന്നെയാണ്. അപ്പോ അതുവരെ സ്നേഹിച്ച കുടുംബം അവളെ ശപിക്കില്ലേ? അവര് നല്ലവരാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുക പോലുമില്ല. ഏതായാലും ആ പെണ്ണിനോട് പറഞ്ഞേക്ക്, ഭർത്താവ് സ്നേഹമുള്ളവനാണെങ്കിൽ, സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ളവനാണെങ്കിൽ അവൻ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ലാന്ന്.